ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 90. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. സെപ്റ്റംബർ 15, 1986. ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് സോറോസ്. 334. സഹനത്തിനായി നിങ്ങളെ ഞാൻ ഒരുക്കുന്നു. വത്സല സുതരെ, വിലയേറിയ കഷ്ടതകളാവുന്ന ദാനം പിതാവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോഴും സ്വർഗീയ പിതാവിന് അതെ എന്ന് എല്ലായ്പ്പോഴും ഉത്തരം നൽകുവാൻ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. ഞാനാണ് ദുഃഖിതയായ കന്യക. ഞാനാണ് സഹനത്തിൻ്റെ അമ്മ. സ്നേഹത്തിൻ്റെ ബലിയാടായി നിങ്ങളുടെ പാപപരിഹാരത്തിനായി സ്വയം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു എന്നിൽ നിന്ന് ഭൂജാതനായത്. വധസ്ഥലത്തേക്ക് നയിക്കപ്പെടുവാൻ നിശബ്ദനായി നിന്നു കൊടുക്കുന്ന എളിമയും വിനയവുമുള്ള കുഞ്ഞാടാണ് യേശു. യേശുവാണ് ലോകപാപഭാരം പേറുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ നിർമ്മല ഉദരത്തിൽ രൂപം കൊണ്ടതു മുതൽ കുരിശാരോഹണം വരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തൻ്റെ വിലമതിയാത്ത സഹനങ്ങളെല്ലാം ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് അവിടുത്തെ തിരുഹിതം നിറവേറ്റുവാൻ എല്ലായ്പ്പോഴും അവൻ സന്നദ്ധനായിരുന്നു. ഞാൻ ഇന്ന് ദുഃഖിതയാണ്. കാരണം ഒരമ്മ എന്ന നിലയിൽ എൻ്റെ പുത്രൻ യേശുവിനെ എൻ്റെ ഉദരത്തിൽ രൂപീകരിക്കുകയും പ്രസവിക്കുകയും സ്നേഹിക്കുകയും പിതാവിൻ്റെ ദൈവിക നീതി നടപ്പിൽ വരുത്തുന്നതിനായി അവനെ ഒരു ബലിമൃഗമായി ഞാൻ അർപ്പിക്കുകയും ചെയ്തു. അവൻ്റെ അവർണ്ണനീയമായ ദുഃഖത്തിൽ അവന് ഞാനൊരു സഹായമായി നിലകൊണ്ടു. വേദനയുടെ പാരമ്യത്തിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളെ രൂപീകരിക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കാനുമായി എല്ലായ്പ്പോഴും നിങ്ങളുടെ സമീപേ ഞാനുണ്ടായിരിക്കും. എൻ്റെ പുത്രൻ്റെ വീണ്ടെടുപ്പ് പ്രവൃത്തിയിൽ നിങ്ങളുടെ വ്യക്തിപരമായ സഹകരണം ആവശ്യപ്പെട്ട സ്വർഗസ്ഥനായ പിതാവിനോട് അതെ എന്ന് പ്രത്യുത്തരിക്കുന്നതിനായി സഹനത്തിൻ്റെ പാതയിൽ നിങ്ങളെ ഞാൻ ഒരുക്കുകയാണ്. മാതൃസഹജമായ കഷ്ടതകളോടുകൂടി ഈ കൃത്യത്തിൽ സഹകരിച്ച നിങ്ങളുടെ സ്വർഗീയ അമ്മ നിങ്ങൾക്കൊരു മാതൃകയും ഉദാഹരണവുമായിരിക്കട്ടെ. നിങ്ങളുടെ ദാനമായി ഈ സഹനത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായി എൻ്റെ മാതൃമസൃണമായ സാന്നിധ്യം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഹൃദയവിശുദ്ധിയും ശാന്തതയും എളിമയും അഭ്യസിക്കുന്നതിനായി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടെ നിങ്ങളുടെ കുരിശുകളെ പേറുകയും നിങ്ങളുടെ സഹനം മധുരതരമാക്കുകയും ഹൃദയസമാധാനത്തിൻ്റെ പാതയിലൂടെ നടന്നു നീങ്ങുവാൻ നിങ്ങൾ പ്രാപ്തരാകുകയും ചെയ്യും. കുരിശിന് സമീപേ ഞാനുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ എല്ലാ കഷ്ടതകളിലും നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനായി നിങ്ങൾക്കരികിൽ ഞാനുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എല്ലായിടങ്ങളിലും കഷ്ടതയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ മഹനീയ സാന്നിധ്യത്തെക്കുറിച്ച് എന്നത്തെക്കാളും ബോധവാന്മാരായി നിങ്ങൾ മാറും. കാരണം അമ്മയും സഹരക്ഷകയും എന്ന നിലയിൽ എൻ്റെ പ്രധാന ദൗത്യം ഇതാണ്. നിങ്ങളുടെ ഓരോ ചെറിയ സഹനവും സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മഹനീയ സമ്മാനമാക്കി മാറ്റി ദൈവനീതിക്കായി അനുനിമിഷം കാഴ്ചവെക്കുക. ഇതിലൂടെ മാത്രമേ എൻ്റെ പ്രിയസുതൻ യേശുവിൻ്റെ ദിവ്യഹൃദയമാകുന്ന സുവർണ കവാടം മുട്ടിത്തുറക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ എല്ലാം നവീകരിക്കുന്ന അവിടുത്തെ ദിവ്യ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകൾ സഭയുടെ മേലും മനുഷ്യവർഗത്തിൻ്റെ മേലും പൊഴിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകൂ. നേപ്പിൾസ്, ഇറ്റലി, സെപ്റ്റംബർ 29, 1986. ഫീസ്റ്റ് ഓഫ് ദ ഹോളി ആർക്കേഞ്ചൽസ്. 335. സമരോത്സുകരായി നിങ്ങളോടൊപ്പം. പ്രേക്ഷിതരായ എൻ്റെ വത്സല സുതരെ, ഈ അന്ത്യനിമിഷങ്ങളിലും തളരാതെ നിന്ന് പോരാടൂ. എൻ്റെ യുദ്ധത്തിൻ്റെ മണിക്കൂറുകളാണിവ. എൻ്റെ മഹത്തായ വിജയത്തിൻ്റേതാണ് ഈ നിമിഷങ്ങൾ. എൻ്റെ ആജ്ഞാനുസരണം കൽപ്പനകൾ നിറവേറ്റുവാനായി ദൈവത്തിൻ്റെ മാലാഖമാർ ഈ യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് മഹത്വപ്പെടുത്തി സ്വർഗത്തിൽ വസിക്കുന്ന മാലാഖമാർ ശക്തിയാർജിച്ചവരും പ്രഭാപൂരിതരുമായി ദൈവത്തിന് അരികെ വസിക്കുന്നു. ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി സമരം ചെയ്ത ആത്മാക്കൾ നിങ്ങളുടെ മാർഗെ ഒരുക്കുന്നതിനായി
അതിലോലമായ കെണികൾ പോലും ഒരുക്കിയിരിക്കുന്ന അതിലോലമായ കെണികൾ പോലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യപ്രകാശത്താൽ മാലാഖമാർക്ക് ദർശിക്കാൻ സാധിക്കുന്നു. മാനുഷിക തലങ്ങളിൽ നിന്നുയർന്ന് മാലാഖമാരുടെ പരിധിക്കനുസരിച്ച് ശത്രുവിനെതിരെ നടത്തപ്പെടുന്ന ഈ യുദ്ധത്തിൽ നിങ്ങൾ വഹിക്കേണ്ട പങ്ക് കുറച്ചൊന്നുമല്ല. നല്ലവർ ദുഷ്ടർക്കെതിരായിട്ടും സ്വർഗാരൂപികൾ ദുഷ്ടാരൂപികൾക്കെതിരായിട്ടും പോരാടും. അതുകൊണ്ട് അവരുടെ ഉറപ്പായ സംരക്ഷണയിൽ നിങ്ങൾ സമർപ്പിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി അവരുടെ ശക്തമായ സഹായം അഭ്യർത്ഥിക്കുകയും വേണം. എല്ലാ സ്വർഗീയ ആത്മാക്കൾക്കും എൻ്റെ പദ്ധതിയെക്കുറിച്ച് ബോധ്യമുണ്ട്. എൻ്റെ മഹത്തായ വിജയത്തിൻ്റെ മണിക്കൂർ അവർക്ക് അജ്ഞാതമല്ല. സാർവലൗകികവും ശക്തവും അഭിരാമവും നാരകീയാക്രമണത്തിൻ്റെ ഗതിവിഗതികൾ അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ രാജ്യം ലോകത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള പിശാചിൻ്റെ തന്ത്രങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. താനാണ് ജേതാവ് എന്ന ഭാവം അവനിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ദയനീയമായ പരാജയത്തിൻ്റെ ഉമ്മറപ്പടിയിലാണ് അവനിപ്പോൾ. ഇക്കാരണത്താൽ യുദ്ധം അതിഭീകരവും കിരാതവുമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗവാക്കുകളാകുവാൻ നിങ്ങളും മാലാഖമാരോടൊപ്പം വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെയും ക്രൂരതയുടെയും അശുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും ആയുധങ്ങളാണ് ദൈവത്തിനെതിരെ ചെകുത്താൻ ഉപയോഗിക്കുന്നത്. അതേസമയം നന്മയുടെയും ദിവ്യാനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും ദൈവ തിരുമനസ്സിനുള്ള പൂർണ്ണമായ കീഴ്പ്പെടലിൻ്റെയും വിശുദ്ധിയുടെയുമായ ആയുധങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിലകൊള്ളുന്ന സ്വർഗീയാത്മാക്കൾ ഉപയോഗിക്കുന്നത്. നിങ്ങളെ ശക്തിപ്പെടുത്തുകയും മുറിവുകളിൽ നിന്ന് സുഖപ്പെടുത്തുകയും എൻ്റെ ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് സംരക്ഷിക്കുകയും എൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ നയിക്കുകയും ചെയ്യുക എന്ന ദൗത്യം കൂടി സ്വർഗീയാത്മാക്കളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ അതെ എന്ന ഉത്തരം ശ്രവിക്കുവാനാണ് മുഖ്യദൂതനായിരിക്കുന്ന ഗബ്രിയേൽ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രത്യുത്തരിക്കുന്ന അതെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഗബ്രിയേൽ നിലകൊള്ളുന്നത്. അവൻ നിങ്ങളെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിൻ്റെയും സുവിശേഷത്തിൻ്റെയും വീരോചിത സാക്ഷികളായി മാറുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പരിചയം സ്നേഹത്തിൻ്റെ പോർച്ചട്ടയും അണിഞ്ഞ് നിങ്ങളുടെ യുദ്ധം അവിരാമം തുടരുന്നതിനായി അധൈര്യത്തിൽ നിന്ന് ക്ഷീണത്തിൽ നിന്നും മുക്തി നേടുന്നതിനും നിങ്ങളുടെ മുറിവുകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും നിങ്ങളുടെ ബലഹീനതകളിൽ ആശ്വാസം പകരുന്നതിനുമായി മുഖ്യദൂതനായ റാഫേൽ അയക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ നേതാവിനാൽ നയിക്കപ്പെടുന്ന എൻ്റെ സൈന്യദളത്തിലെ അംഗങ്ങൾക്കെതിരായി സാത്താൻ അഴിച്ചുവിടുന്ന കഠോര ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാൻ മുഖ്യദൂതനായിരിക്കുന്ന മിഖായേൽ നിങ്ങളെ സഹായിക്കുന്നു. മുഖ്യദൂതനായിരിക്കുന്ന മിഖായേൽ ഇടപെട്ട് നിങ്ങളെ തടയുകയും സംരക്ഷിക്കുകയും ചെയ്യാതിരുന്നെങ്കിൽ എത്രയോ തവണ നിങ്ങൾ അവൻ്റെ ആക്രമണത്തിന് ബലിയാടുകളാകുമായിരുന്നു. പൈശാചികോച്ചാടനത്തിൻ്റെ ശക്തമായ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് അവനോട് യാചിക്കുക. കാരണം സ്വർഗീയ അമ്മ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒപ്പം സാധിക്കണം. അതിൻ്റെ മാർഗത്തിലൂടെയാണ് അവർ നിങ്ങളെ നയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഭരണത്തിലൂടെയുള്ള ദൈവിക വിജയത്തിൻ്റെ ഒരുക്കത്തിനും ഇതേ യുദ്ധം ചെയ്യുന്നതിനും സ്വർഗീയ അരൂപികളും ഭാഗവാക്കുകളാകുകയാണ്. അതുകൊണ്ട് സ്നേഹത്തിലും സാഹോദര്യത്തിലും അവരൊന്നിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 7, 1986 വിക്ടറി ഓഫ് ബ്ലസ്സഡ് വെർജിൻ മേരി അറ്റ് ലെപ്പാൻഡോ. 336 ജപമാല നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. പരിശുദ്ധ ജപമാലയുടെ റാണിയാണ് ഞാൻ. എല്ലാ ദുരാത്മാക്കൾക്കും സാത്താനും എതിരായ അതിഭീകര യുദ്ധത്തിൽ നിങ്ങളെ നയിക്കുന്ന നേതാവാണ് ഞാൻ. എന്നോടുള്ള വിധേയത്വത്തോടുകൂടി നിങ്ങളെ നയിക്കുവാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ മാലാഖമാരുടെയും സ്വർഗീയ വിശുദ്ധന്മാരുടെയും അമൂല്യമായ സഹായം എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ സഹായവും നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരു സൈനിക ദളത്തെ നയിക്കുന്ന സേനാപതിയാണ് ഞാൻ. എൻ്റെ മഹത്തായ വിജയത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഇന്ന് നിങ്ങളുടെ ആത്മധൈര്യത്തിൻ്റെ അടിത്തറ ഇളക്കുവാനായി പിശാച് പ്രയോഗിക്കുന്ന സൂക്ഷ്മവും മാരകവുമായ കുടിലതന്ത്രങ്ങളിൽ പെടാതെ ആത്മധൈര്യത്തോടും ശക്തിയോടും കൂടി അവനെതിരായി യുദ്ധം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ നിർണായക യുദ്ധത്തിൽ എൻ്റെ ശത്രു നിങ്ങൾക്കെതിരായി ഒരുക്കിയിരിക്കുന്ന തന്ത്രപ്രധാനമായ 3 കെണികൾ നിങ്ങൾക്കായി ഞാൻ വെളിപ്പെടുത്തുന്നു.
പ്രഥമമായി ലോകമാസകലം കീഴടക്കുന്നതിനായി അവൻ വിജയിച്ചിരിക്കുന്നു എന്ന നുണപ്രചാരണം. അതായത് തൻ്റെ ഭരണം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് സമ്പൂർണ്ണ ആധിപത്യം കൈയാളുന്നു എന്ന നുണപ്രചാരണം. ഞാൻ ദൈവത്തെ സേവിക്കില്ല എന്ന അഹന്തമുറ്റിയ വാക്കുകൾ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ട് ദൈവത്തിനെതിരെ പടഹധ്വനി മുഴക്കുന്ന കുറേ മനുഷ്യരെ നേടിയടിക്കാൻ കഴിഞ്ഞതാണ് അവൻ്റെ വിജയം. ഇക്കാലയളവിൽ സാത്താൻ പ്രയോഗിക്കുന്ന അത്യപകടകരമായ ആയുധം താഴെ പറയുന്ന തരത്തിൽ ഒരു ധാരണ ഉളവാക്കുകയാണ്. അതായത് കൂടുതലായി എന്തെങ്കിലും ചെയ്യുവാൻ ഒന്നും ഇല്ല, എന്തിനെങ്കിലും മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്നത് ഒരു പാഴ്വേലയാണ്. നന്മസ്വരൂപനിലേക്ക് മനുഷ്യവർഗത്തെ മടക്കിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് തികച്ചും നിരർത്ഥകമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വർഗീയായ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, മാനവവംശത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് യേശു വീണ്ടെടുത്ത ദൈവജനത്തിൻ്റെ ഭാഗവാക്കുകളായി ഇവർ മാറും. ദൈവം മാത്രമാണ് യഥാർത്ഥ ജേതാവ്. ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രോഗാതുരനായ ജനതയെ അവിടുന്ന് എന്നും സ്നേഹിക്കുന്നു. തൻ്റെ കരുണാമസൃണമായ സ്നേഹത്തിൻ്റെ അതിമഹത്തായ അത്ഭുതം വഴി മാനവവംശത്തെയാകെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവിടുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും സന്തുഷ്ടിയുടെയും ഒരു നവയുഗം അവരിലേക്ക് താണിറങ്ങും. അതിനാൽ ശിശുസഹജമായ പരിത്യക്തതയും ശരണത്തിൻ്റെയും മാതൃസഹജമായ എൻ്റെ കാരുണ്യത്തിൻ്റെയും ശക്തമായ ആയുധം ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമതായി, നിരന്തരമായ എതിർപ്പിൻ്റെയും വിഭാഗീയതയുടെയും അവിശ്വസ്തതയുടെയും മതനിരപേക്ഷതയുടെയും വിത്തുകൾ പാകുക വഴി സഭയുടെ അടിത്തറ തന്നെ പിടിച്ചു കുലുക്കുവാനും അങ്ങനെ തിരുസഭയെ പ്രശ്നസങ്കുലിതമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും എൻ്റെ ശത്രു വിജയം കാണുന്നുണ്ട്. എത്രയോ അജപാലകരാണ് എൻ്റെ ശത്രുവിൻ്റെ സൂക്ഷ്മവും മാരകവുമായ കെണികളിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. ശത്രുവിൻ്റെ ഈ ഒളിപ്പോരിന് തിരിച്ചടി നൽകുവാനുള്ള ഏക മാർഗം എൻ്റെ ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. കാരണം വ്രണിതവും പരാജിതവുമായതുപോലെ കാണപ്പെടുന്ന തിരുസഭയെ എൻ്റെ സ്നേഹ സംരക്ഷണത്തിനായി സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠിതരായ വത്സല സന്താനങ്ങളിലൂടെ ആഗ്രഹിക്കുകയും സഹായിക്കുകയും രോഗമുക്തി നൽകുകയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാതൃസാന്നിധ്യത്തെ എല്ലായിടത്തും എത്തിക്കുവാനായി അവിരാമം പണിപ്പെടുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ ഇക്കാര്യങ്ങൾ വളരെ പ്രത്യേകമായ രീതിയിലാണ് ഞാൻ നിർവഹിക്കുക. യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൽ നിങ്ങളെ നയിക്കുന്നു, നിങ്ങളെ ധൈര്യവും ആത്മവിശ്വാസവും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ഉറപ്പായ വിജയത്തെ അദ്ദേഹം നിങ്ങളോട് പ്രഘോഷിക്കുന്നു. സമസ്ത സഭകളുടെയും ഒരു നവ പെന്തക്കോസ്തയ്ക്കായി ഒരുക്കുവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കാട്ടിത്തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക. മൂന്നാമതായി, മരണത്തിൻ്റെയും നാശത്തിൻ്റെയും കുൽസിത പ്രവൃത്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എൻ്റെ ശത്രു എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നു. അങ്ങനെ വിഭാഗീയത വർദ്ധിക്കുന്നു, അശുദ്ധത തലയെടുപ്പോടെ വിരാജിക്കുന്നു, ധാർമ്മിക അധപ്പതനവും ഹിംസയും അനുദിനം വ്യാപിക്കുന്നു, കുടിലത മലവെള്ളം പോലെ പെരുകുകയും യുദ്ധം ഒരു ഭീഷണിയായി തുടരുകയും ചെയ്യുന്നു. മാനവവംശത്തെ ആകെ മുക്കിക്കൊല്ലാൻ ഉദ്യമിക്കുന്ന ഈ തിന്മയെ യുദ്ധം ചെയ്ത് കീഴടക്കുവാനായി പ്രാർത്ഥനയുടെ അതിശക്തമായ സഹായം നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ യജ്ഞത്താലല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ദാനം വഴിയാണ് നവയുഗത്തെ ആശ്ലേഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക. ആകയാൽ നിരന്തരവും അവിരാമവും ആശ്രയബോധം മുറ്റുനിൽക്കുന്നതുമായ പ്രാർത്ഥന വഴിയായി ഈ ദാനം ലഭിക്കാൻ നിങ്ങൾ യജ്ഞിക്കണം. എന്നോടൊത്ത് പ്രാർത്ഥിക്കുക. ദ്വിതീയ പന്തക്കോസ്താനുഭവത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിങ്ങളിൽ ചിന്തപ്പെടുവാൻ സമസ്ത സഭയെയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനുമുപരിയുമായി പരിശുദ്ധ ജപമാല നിങ്ങൾ അനുദിനം ചൊല്ലുക. ഈ സമയങ്ങളിൽ എല്ലാവരുടെയും ശക്തമായ ആയുധമായി ജപമാല മാറട്ടെ. ജപമാല നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് ആത്മാക്കളുടെയും മാനസാന്തരത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും മനുഷ്യനെ തിരിച്ചു വരവിൻ്റെയും അതിമഹത്തായ ദിവ്യാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കാനാകും. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും പറയില്ല, എല്ലായിടത്തും എല്ലാം സ്ഥിതി ചെയ്യുന്നത് പോലെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു,
ഒന്നിനും ഒരു മാറ്റവുമില്ല. എൻ്റെ വത്സലസുതരെ, ഇതൊട്ടും സത്യമല്ല. നിശബ്ദമായി മറഞ്ഞിരുന്നു കൊണ്ട് ഈ ലോകത്തിൻ്റെ അന്തസത്ത തന്നെ മാറ്റിമറിക്കുവാനായി എൻ്റെ ശത്രുവിനോട് നിരന്തരവും അസാധാരണമായ അടയാളങ്ങളോടും പ്രകടനത്തോടും കൂടി ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ ജപമാല എത്രയോ ബലമുള്ള ഒരായുധമാണെന്ന് അമ്മ നമുക്ക് ബോധ്യമാക്കി തരുന്നു. അമ്മയുടെ ഈ ബോധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഈ സൈന്യത്തിൻ്റെ അംഗമായി പടപൊരുതാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ദൈവമേ സ്തോത്രം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ.